ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഈ രാത്രി ഇപ്പം കൊച്ചിത് എവിടെ പോകണം, ഈ കൊച്ചിന് എവിടെയെങ്കിലും പോകണം, ഈ പകൽ പൊക്കൂടെ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് രാത്രിയാണ് ഫ്രണ്ട്സ് പോകാൻ തോന്നുന്നത്, എന്തറിയാൻ പറ്റും. ഇന്നിപ്പോൾ പോണേന്ന് വെച്ചാൽ ഭീമാപ്പള്ളിയിൽ ഉറൂസിനാണ്. അപ്പോഴത്തേക്ക് ഇന്നലെ കണ്ടില്ലേ ഈ പെണ്ണ് ഭീമാപ്പള്ളിയിൽ പോയി കിട്ടിയെന്ന്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ടൂറിന് പോയിട്ട് വന്നതിൻ്റെ അന്ന് ആണ് പോയത്. ഇതെന്ന് വെച്ചാൽ ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് നമ്മൾ വിചാരിച്ച് അങ്ങ് പൊക്കളയാണ്. അങ്ങനെ പോകുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ വിചാരിച്ചതൊക്കെയെന്ന് വെച്ചാൽ ഒരു കഥയാണ് ഫ്രണ്ട്സ്. അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ട്, എൻ്റെ താത്താരെ വീട്ടിൽ ചുമ്മാ പോയപ്പം വണ്ടിയിലിരുന്നപ്പോൾ എൻ്റെ ഇക്ക പറഞ്ഞു, ഇന്നാണ് ഭീമാപ്പള്ളി ലാസ്റ്റ് ദിവസം, പോണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞു, എങ്കിൽ നമുക്കങ്ങ് പൊക്കളയായിക്കാന്ന്. എങ്ങനെ എനിക്ക് പിന്നെ എവിടെ പോകണോ എന്ന് ചോദിച്ചാലും പിന്നെ നമ്മൾ നോ എന്ന് പറഞ്ഞ് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചങ്ങ് പോയി. ഇപ്പം ഞാൻ നോ പറഞ്ഞിനി എൻ്റെ ഇക്കാക്ക് വിഷമം വന്നാലാ, അതുകൊണ്ട് നമ്മളങ്ങ് പോയി. പള്ളിയൊക്കെ സൂപ്പറായി, ഞാൻ പറഞ്ഞ ലൈറ്റായിട്ട്. പിന്നെ ഇന്നെന്തോ ഒരു റാലിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സത്യം പറയില്ല, ആദ്യം ഫസ്റ്റ് ടൈം കാണുന്നത്. ഇതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നതാണ്. അവിടെ ചെന്നപ്പോൾ ഇല്ല കൊച്ചുങ്ങളെ പറ്റിക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ബലൂണ്, അത് ഇത് ചപ്പ് ചവറൊക്കെ. അത് കണ്ട അതിന് വേണ്ടി ദുഃഖുസും അബുസും ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവന്മാർ ജയിച്ച് നമ്മൾ തോറ്റു എന്ന അവസ്ഥയായപ്പം അവന്മാർക്ക് ഓരോ കണ്ണാടി മേടിച്ചു കൊടുത്തു. കണ്ണാടി വെച്ചുകൊണ്ടുള്ള ഷോയാണ്. അബുവിൻ്റെ ഷോയൊക്കെ കണ്ണാടി വെച്ചുള്ള ഷോയാണ്. ഒന്നും കണ്ടുകൂടാ, എന്നാലും അവൻ ഷോ കാണിക്കാൻ മിടുക്കനാണ്. പിന്നെ ദുഃഖൂസും വെച്ചു. പിന്നെ ദുഃഖു പറഞ്ഞു, ഉമ്മി ഒന്ന് വെച്ച് നോക്കാം. ഞാനപ്പം കേട്ട വടി കേൾക്കാത്ത വഴി ഞാനും അങ്ങ് വെച്ചിട്ട് പിന്നെ റാലി വരുന്ന ടൈമായപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്ത് വന്നു. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ അവന്മാർക്ക് ഓട്ടോയും എന്തൊക്കെയോ കുന്തങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതാണ് നമ്മളെ റാലി കുറേ വട്ടമായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ എന്തിനാണെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ടിരുന്നു. പിന്നെ കുതിരേനെ ഞങ്ങൾ അവിടെ നിന്ന സമയത്തിന് തന്നെ 3 കുതിര ഇങ്ങനെ പോകുന്ന കണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ എനിക്ക് കിട്ടില്ല, അങ്ങ് മിന്നായം പോലെ പോയി. അപ്പം ഞാൻ വിചാരിച്ച ആ കുതിരകളെ മാത്രം പിടിച്ചു കൊണ്ടുവരുമെന്ന്. ഇതെന്ന് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നതാണ്. അപ്പോൾ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇക്ക പിന്നെ രാത്രി പോകുന്ന ടൈമൊക്കെയാണ് ഇത്. നമ്മൾ 11 കണ്ട ഈ 3 കുതിരയിലാണ് അവിടുത്തെ പട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ നമ്മുടെ നല്ല നമ്മളങ്ങനെ ഇവിടെ ഇരുന്നപ്പം അവസാനത്തെ ദിവസം ഇതൊക്കെ എന്തിനാണ്, ദഫ് കളിയാണോ ഇനി കൈകൊട്ടിക്കളിയാണ് എന്തിനാണെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. പക്ഷേ കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫസ്റ്റ് പോയവർ മാത്രമേ ഇല്ല കളർ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും അവർ തോന്നിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കളിച്ചത്. പിന്നെ കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ പോയ കഥയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് 11 മണിക്കാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ 12 മണിക്ക് അവിടെ തുടങ്ങുമെന്നും പറഞ്ഞ് ചീറിപ്പാന് 11:45 12 മണിക്കകത്ത് എത്തിയപ്പോഴേക്കും 1 മണിക്കേ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പള്ളിക്ക്